എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിരുചി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു യമ്മി പാൻകേക്കാണ്. ഇത് സാധാരണ പാൻകേക്കിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റും ഷുഗർ സ്പ്രിങ്കിൾസും ഒക്കെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു യമ്മി പാൻകേക്കാണിത്. ഇതിന് വേണ്ടത് 2 കപ്പ് മൈദ, 3/4 കപ്പ് ഷുഗർ, 1/2 കപ്പ് പാല്, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ, 2 മുട്ട. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 മുട്ട, എടുത്തു വെച്ച ഷുഗർ, ഇത് രണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് അതും നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഉപ്പ്, വാനില എസൻസ് ഇതും ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് അതും നന്നായി ഇതിലേക്കൊന്ന് യോജിപ്പിച്ച് വെക്കുക. ഇനി ചേർക്കേണ്ടത് എടുത്തു വെച്ച പാലാണ്. അതും ഇതിൻ്റെ കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ച് വെക്കുക. ഇനി ഇതിലേക്കാണ് നമ്മൾ എടുത്തു വെച്ച 2 കപ്പ് മൈദ ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിക്കേണ്ടത്. ഇത് പെട്ടെന്ന് തന്നെ നല്ലൊരു സ്മൂത്തായി കിട്ടാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചാണ് ഇത് പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്താക്കി എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് വേണം ഉണ്ടാക്കാൻ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച പാൻകേക്കിനെ ഡാർക്ക് ചോക്ലേറ്റും ഷുഗർ സ്പ്രിങ്കിൾസും ഉപയോഗിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് മെൽറ്റ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസ് ആണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോരോ പാൻകേക്കിൻ്റെ മുകളിലേക്കും മെൽറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷുഗർ സ്പ്രിങ്കിൾസ് വെച്ച് നന്നായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ നല്ലൊരു യമ്മി പാൻകേക്ക് റെഡിയായി കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണേ.